ഇതുപോലെ വാലറ്റിൽ ഫണ്ട് കാണിക്കും. എന്നാൽ കോപ്പി ട്രേഡ് ഇങ്ങനെ വാലറ്റിൽ ഫണ്ട് ആഡ് ചെയ്തുകൊണ്ട് കോപ്പി ട്രേഡ് ആക്റ്റീവ് ആവുകയില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് മെനു ഓപ്ഷൻ എടുക്കുക. ഏറ്റവും താഴെ കാണാൻ പറ്റും കോപ്പി ട്രേഡ് എന്നുള്ളത്. അതിൽ ടച്ച് ചെയ്യാം. അവിടെ ഇൻവെസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. കോപ്പി ട്രേഡിങ്ങിന് അനുവദിച്ച 2 ട്രേഡർമാരാണുള്ളത്. ഒന്ന് ഈ സ്റ്റെർലിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഒരു ട്രേഡറും മർഫി ഓയിൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ട്രേഡറുമാണ്. അതിൽ സ്റ്റെർലിംഗ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത $500 മിനിമം ഉണ്ടായാൽ നമുക്ക് അവരുടെ ട്രേഡിങ്ങിനെ ആക്റ്റീവ് ആക്കാൻ പറ്റും. 1000 ആയാലും 1500 ആയാലും 2000 ആയാലും ഒക്കെ നമുക്ക് ഈ ഒരു ട്രേഡിംഗ് തന്നെ ആക്റ്റീവ് ആക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ മർഫി ഓയിലിൽ വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കുറച്ചുകൂടി അധികം കിട്ടും. പക്ഷേ മിനിമം ക്യാപിറ്റൽ $5000 വേണം. സ്റ്റെർലിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ടീമിന് ഏകദേശം 79,552 ആളുകൾ ഈ ഒരു മാസ്റ്റർ ട്രേഡറുടെ ട്രേഡിങ്ങിനെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 188 ആളുകൾ മാത്രമാണ് ഈ ഒരു $5000 അക്കൗണ്ടിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ആക്ടിവേഷന് ഏത് ടീമിനാണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് വേണ്ടത് സ്റ്റെർലിംഗ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അവിടെയുള്ള ഇൻവെസ്റ്റ് നൗ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇവിടെ ട്രേഡ് അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഫണ്ട് അവിടെ എഴുതി കാണിക്കും. എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. പ്രൊസീഡ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ കോപ്പി ട്രേഡ് നമുക്ക് ആക്റ്റീവാക്കി ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു കോപ്പി ട്രേഡ് ആക്റ്റീവ് ആയോ ഇല്ലേ എന്നുള്ളത് അറിയുന്നത് മെനു ഓപ്ഷൻ എടുക്കുക. ഇവിടെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യാം. വരുന്ന പേജിൽ ഇടത്തോട്ട് നീക്കി പോയി കഴിഞ്ഞാൽ ഇവിടെ കാണും നമ്മുടെ സ്റ്റാറ്റസ് എന്താണല്ലോ, ഫോളോയിങ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്ത് ഡിറ്റാച്ച് തന്നെ ഒരു എഴുത്ത് കാണുന്നുണ്ട്. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ട്രേഡിങ് സ്റ്റോപ്പായി പോകും. അപ്പോൾ നിങ്ങൾ അതിൽ ടച്ച് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക.